ഹേ ഓൾ വെൽക്കം ടു റൈസ് അപ്പ് ഡെയിലി ആൻസർ റൈറ്റിംഗ് ക്ലബ്. ഇന്ന് നമ്മൾ ഡെയിലി ആൻസർ റൈറ്റിങ്ങിൻ്റെ ഡേ 21 ആണ്. ആൻഡ് ഇന്ന് നമ്മുടെ ഒരു ആൻഷ്യൻ ആൻഡ് മിഡീവലിൻ്റെ ഒരു ക്വസ്റ്റൻ ആണ്. ആൻഡ് ദ ക്വസ്റ്റൻ ഇസ് തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പറ്റ് വാസ് fought in 1761. Why were so many empire shaking battles fought at Panipat? ഭയങ്കര ഡയറക്റ്റായിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. സോ നമുക്ക് ആൻസർ നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റൻ എന്താണ്? തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് വാസ് ഫോർട്ട് ഇൻ 1761. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അഡ്രസ്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇൻട്രോ കൊടുക്കാം. സോ ദ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് സോ മറാത്താസ് ക്ലാഷ് വിത്ത് അഹമ്മദ് ഷാ അബ്ദലി. മറാത്താസിൻ്റെ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്തായിരുന്നു? ഈ അഫ്ഗാനായിട്ടുള്ള അഹമ്മദ് ഷാ അബ്ദലി മറാത്താസിനെ ഡിഫീറ്റ് ചെയ്യുന്നൊരു ബാറ്റിലായിരുന്നു അല്ലേ? പാനിപ്പറ്റ് വിറ്റ്നസ് 3 empire shaking battles, മുഗൾ, സുരി ആൻഡ് ദുരാനി. ഫസ്റ്റ് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു മാപ്പ് കൊടുക്കാം. എവിടെയാണ് ഈ പാനിപ്പറ്റ് എന്ന ആ ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷൻ വെച്ചിട്ടൊരു മാപ്പ് കൊടുക്കാം. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? 3 ബാറ്റിൽ ഏതൊക്കെയാണ്? ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് why were so many empire shaking battles fought at Panipat. So what were those empire shaking battles എന്ത് ചെയ്യണം? നമ്മൾ മെൻഷൻ ചെയ്യണം. സോ 3 ബാറ്റിൽ ഓഫ് പാനിപ്പറ്റ് ഉണ്ടെന്ന് പറയാം. ഫസ്റ്റ് വൺ ഇസ് Babur's Mughal force defeated Ibrahim Lodi's numerically superior Delhi Sultanate army through superior artillery and tactics, making the end of Delhi Sultanate and establishing Mughal rule. ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഡൽഹി സുൽത്താനേറ്റിൻ്റെ കിങ്ഡം അവസാനിപ്പിച്ചിട്ട് മുഗൾസ് അവരുടെ എംപയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബാറ്റിലായിരുന്നു ഇവിടെ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പറ്റ്. ദെൻ സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പറ്റ് 1556 എപ്പോഴാണ്? When Akbar's Mughal forces defeated Hemu's resurgence Suri Empire forces in closely contested battle, with Hemu's incapacitation provide decisive cementing Mughal dominance and ending Suri challenge. സുരി കിങ്ഡത്തിൻ്റെ ഒരു എൻഡായിട്ടാണ് മുഗളുടെ ഒന്നുകൂടെയുള്ള ഒരു സക്സസ് ആയിരുന്നു അക്ബർ. ആഫ്റ്റർ ബാബറിന് ശേഷം ഹുമയൂൺ വന്നു. ബട്ട് ഹുമയൂൺ വാസ് ഡിഫീറ്റഡ് ബൈ ഷേർഷാ സുരി. സോ പിന്നെ ആ ഒരു സുരി ഡൈനാസ്റ്റീനെ ഇന്ത്യയിൽ നിന്നും പറഞ്ഞയക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആ ഒരു എൻഡിന് കാരണമായിട്ടുള്ള ഒരു ബാറ്റിലായിരുന്നു സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പറ്റ്. ദെൻ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്തായിരുന്നു? മറാത്ത കോൺഫെഡറസി സഫേർഡ് കാറ്റസ്ട്രോഫിക് ഡിഫീറ്റ് എഗെയിൻസ്റ്റ് അഹമ്മദ് ഷാ ദുരാനീസ് Afghan forces, ending Maratha's expansion northward and creating powerful vacuum that facilitates British colonial exploitation. മറാത്താസിൻ്റെ ആ ഒരു ഓൾ ഇന്ത്യ എംപയർ എന്ന ഡ്രീമിനെ തച്ചടക്കുന്ന ഒരു ബാറ്റിലായിരുന്നു തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ആണെങ്കിലും സെക്കൻഡ് ആണെങ്കിലും തേർഡ് ആണെങ്കിലും 3 ബാറ്റിലും ആ ടൈമിലെ പൊളിറ്റീനെ തന്നെ ഡിഫൈൻ ചെയ്ത ബാറ്റിൽസ് ആയിരുന്നു. സോ എന്തുകൊണ്ട് ആ ഒരു ഏരിയ ഇത്രയും അധികം പാനിപ്പറ്റ് ഇത്രയും അധികം ബാറ്റിൽസിന് കാരണമായത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ അതിന് നമുക്ക് ഇങ്ങനെ സ്ട്രാറ്റജിക്, മിലിറ്ററി ആൻഡ് പൊളിറ്റിക്കൽ എന്ന രീതിയിൽ എന്ത് ചെയ്യാം? സബ്സ്ട്രക്ചർ ചെയ്യാം. കാരണം ഈ ക്വസ്റ്റ്യൻ എന്താണ്? ഒരൊറ്റ പാർട്ടേ ഉള്ളൂ. സോ ആ പാർട്ടിനെ നമ്മൾ മാക്സിമം സബ്സ്ട്രക്ചർ ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ വിസിബിലിറ്റി കുറച്ചും കൂടെ അപ്പീലിംഗ് ആയിട്ട് കിട്ടും. So first one is strategic and geographic significance. Then crossroad of empires. Panipat's location on Delhi's invasion routes made it decisive for empire builders. ബാബർ, അബ്ദലി ഒക്കെ എന്താണ് ആ ഒരു ലൊക്കേഷൻ കാരണം ആണ് അവിടെ വന്നിരുന്നത്. ഗാദൻ, അബ്ദലി ബോത്ത് യൂസ് പാനിപ്പറ്റ് ആസ് ഇൻവേഷൻ ഗേറ്റ് വേ ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്രാൻഡ് ട്രങ്ക് റോഡിൻ്റെ പാർട്ടായിരുന്നു. ദെൻ ബഫർ സോൺ. Its plains become India's natural defensive frontier against northern invaders. Hemu marched from Bengal but was stopped here by Akbar's force. Our plain nature. Then resource hub ആയിരുന്നു. Fertile land sustained massive army during prolonged war. Marathas camped for months exploiting local grain supplies. അവർക്ക് ലോക്കലായിട്ടുള്ള ഗ്രെയിൻ സപ്ലൈസും കാര്യങ്ങളും അവിടുന്ന് കിട്ടിയിരുന്നു. Then military significance. കാവൽറി പ്ലേ ഗ്രൗണ്ട് ആയിരുന്നു. ഓപ്പൺ ടെറൈൻ ആയിരുന്നു. ഫേവേർഡ് മൗണ്ടഡ് വേരിയസ് ഓഫർ ഇൻഫാൻട്രി ആൻഡ് ഫോർട്ട് ബേസ്ഡ് സ്ട്രാറ്റജീസ്. Abdali's 40,000 Afghan horsemen outmaneuvered the
മറാത്താസ് ഇൻവെൻട്രി. ആ ഒരു പ്ലേ ഗ്രൗണ്ട് വാസ് ഓപ്പൺ ടെറേൺ ആയിരുന്നു. ദെൻ ആർട്ടിലറി അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ഫ്ലാറ്റ് ലാൻഡ്സ്കേപ്പ് ഗേവ് ഗണ്ണേഴ്സ് ക്ലിയർ ലൈൻസ് ഓഫ് ഫയർ അഗെയിൻസ്റ്റ് ട്രഡീഷണൽ ഫോഴ്സസ്. സിൻസ് ഇറ്റ് വാസ് പ്ലെയിൻ അവർക്ക് എന്ത് ചെയ്യുന്നു, ക്ലിയർ ലൈൻ ഓഫ് ഫയർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ബാബേഴ്സ് matlock and cannon slaughtered lorries wars of elephants. Then no escape. Rivers and jungles Trafford retreated army ensuring decisive outcome. അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ അവർക്ക് പറ്റിയിരുന്നില്ല. ഹേമൂസ് beheaded army fled into Yamuna, drowned thousands. ഒരുപാട് ആ ഒരു ഹേമു സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പറ്റിൽ ഇവർ പേടിച്ച് ഓടിയവർ പിന്നെ എന്താ ചെയ്തത്, പുഴയിൽ ചാടിയൊക്കെ രക്ഷപ്പെടുകയല്ല, അവർ ഒരുപാട് മുങ്ങിപ്പോവുകയാണ് ചെയ്തിട്ടുള്ളത്. സോ അവിടുന്ന് ഒരു ഓടി രക്ഷപ്പെടുക എന്നൊരു സംഭവം ഉണ്ടായിരുന്നില്ല. ദെൻ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ്. ക്രൗൺ ഓഫ് ഹിന്ദുയിസം. വിക്ടറി വാസ് സിംബോളൈസ് ഡിവൈൻ മാൻഡേറ്റ് ടു റൂൾ ഓൾ നോർത്ത് ഇന്ത്യ. അവിടെ ആര് ജയിച്ചു അവരാണ് നോർത്ത് ഇന്ത്യ റൂൾ ചെയ്യുക എന്നൊരു സിംബലൈസേഷൻ വന്നിട്ടുണ്ട്. അക്ബേഴ്സ് വിക്ടറി ഇൻ 1556 അറ്റ് ദ ഏജ് ഓഫ് 13 സിമെൻറ്റഡ് ഹിസ് ഇംപീരിയൽ ലെജിറ്റിമസി. ദെൻ ഡൈനാസ്റ്റി കില്ലർ ആയിരുന്നു. ഡിഫീറ്റഡ് പാനിപ്പറ്റ് ഓഫൺ മീൻ ടോട്ടൽ കൊളാപ്സ് ഓഫ് റൂളിംഗ് പവർ. ഫസ്റ്റ് ആരെയായിരുന്നു ഡിഫീറ്റ് ചെയ്തത്? ഡൽഹി സുൽത്താനേറ്റിന്. അവിടെ അവരുടെ ടോട്ടൽ കൊളാപ്സ് നടന്നു. സെക്കൻഡ് സുരി ഡൈനാസ്റ്റി, അവിടെയും ടോട്ടൽ കൊളാപ്സാണ്. പിന്നീട് ഒരു തിരിച്ചുവരവ് അവർക്ക് ഉണ്ടായിട്ടില്ല. ദെൻ മറാത്താസിൻ്റെ ഓൾ ഇന്ത്യ എംപയർ എന്ന ആ ഒരു ഡ്രീം തന്നെ ഇവിടെ ഇല്ലാണ്ടാവുകയാണ്. ആഫ്റ്റർ ദ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പറ്റ് മറാത്ത കോൺഫെഡറസി ഫോം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ദെൻ സിംബിൾ ഓഫ് പവർ. ഈവൻ ടെമ്പററി കൺട്രോൾ ബൂസ്റ്റഡ് വിക്ടറീസ് പ്രസ്റ്റീജ് അക്രോസ് സബ് കോണ്ടിനെൻറ്റ്. ഓക്കെ, ടെമ്പററി കൺട്രോൾ പോലും ആ ഒരു പ്രസ്റ്റീജ് കൊണ്ടുവന്നിട്ടുണ്ട്. ദുരാനീസ് വിൻ ഇൻ 1761 മെയ്ഡ് ഹിം ഓവർലോഡ് ബട്ട് ഹി ലെഫ്റ്റ് വിത്തിൻ എ ഇയർ. ദെൻ കൺക്ലൂഷൻ. പാനിപ്പറ്റ്സ് ലോജിസ്റ്റിക്കൽ, ടെക്നിക്കൽ, പൊളിറ്റിക്കൽ വ്യൂ മെയ്ഡ് ഇറ്റ് എ റിക്കറിംഗ് ത്രെറ്റ് ഫോർ എംപയർ ഷേക്കിംഗ് കോൺഫ്ലിക്റ്റ്. ഇതെന്ത് ചെയ്യുക, ഒരു സമ്മറൈസിങ് കൺക്ലൂഷൻ കൊടുക്കുക. ഭയങ്കര ഒരു ഈസി ക്വസ്റ്റ്യനാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചാൽ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ടാക്കിൾ ചെയ്യാവുന്നേ ഉള്ളൂ. ഒറ്റ പാർട്ടായതുകൊണ്ട് തന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഒന്ന് സബ് പോയിൻറ്റ്സ് അല്ലെങ്കിൽ സബ് ഹെഡിങ്സ് കൊണ്ടുവന്നിട്ട് ആ ഒരു വൺ പാർട്ടിനെ സ്ട്രക്ചർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യനിൽ എന്താണ് വൈവ് സോ മെനി എംപയർ ഷേക്കിംഗ് എന്ന് പറയുമ്പോൾ ആ ഒരു സോ മെനി ഏതൊക്കെയാണ് മെനി എംപയർ ഷേക്കിംഗ് ബാറ്റിൽസ് എന്ന് മെഷർ ചെയ്യുക. പിന്നെ ആ ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്യുക. ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്യുമ്പോൾ തന്നെ അതിനൊന്ന് സബ്സ്ട്രക്ചർ ചെയ്യാൻ ശ്രമിക്കുക. സോ ദാറ്റ് യുവർ ആൻസർ വിൽ ബി more appealing and visually കുറച്ചും കൂടെ ഒക്കെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. That's all for today. Thank you all.